സാന്ദ്ര തുടർന്നുകൊണ്ട് സാന്ദ്ര ഒറ്റ കാര്യം കൂടെ, ഇനി പൊതുജന മധ്യത്തിൽ എന്ത് ഇമേജ് ആണ് ഉണ്ടാവുക? ഇത്തരം കേസുകളുമായി മുന്നോട്ട് പോകുമ്പോൾ സിനിമ കരിയർ ഒന്നും ആരുടെ അവസാനിക്കുന്നില്ല, പക്ഷേ പൊതുജന മധ്യത്തിൽ ജനം ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണല്ലോ ദിലീപ് ചിത്രങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റീച്ച് ഇല്ലാതായി പോകുന്നത് എന്നുള്ള ഉദാഹരണമുണ്ട്. ഒരു പക്ഷേ ഇതൊക്കെ തന്നെയാണോ എല്ലാവരുടെ കാര്യത്തിലും സംഭവിക്കുന്നത് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോഴും ഇതാ പുതിയൊരു സിനിമ തുടങ്ങുകയാണ്, പൃഥ്വിരാജാണ് നായകൻ, ബി ഉണ്ണികൃഷ്ണൻ തന്നെ സംവിധാനം ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മെയിൻ സ്ട്രീം സിനിമയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നിലപാടെടുക്കുകയാണ് എന്ന് പുറത്ത് പലതവണ ആവർത്തിക്കുന്ന പൃഥ്വിരാജ് അടക്കമുള്ളവർ പോലും ഇതിന്റെ ഭാഗമാകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പ്രതികരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ അത് ആ ഒരു വാർത്തയോടുകൂടി? ഇല്ല, അത് അവരുടെ വിഷയങ്ങളാണ്. അവർ സിനിമ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്ത് വേണേലും ചെയ്യട്ടെ. അത് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടാവരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നേരത്തെ അപർണ പറഞ്ഞത് വളരെ കൃത്യമാണ്. അതായത് ഒരു ടാക്ടിക്സ് ആണ് ഇവർ ഉപയോഗിക്കുന്നത് പൊതുജനങ്ങളുടെ മുന്നിൽ. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമില്ല, ഇവിടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ചർച്ച നടത്താൻ ആരെങ്കിലും ഒന്ന് വിളിക്കുകയെങ്കിലും വേണ്ടേ, ഒരു മെസ്സേജ് എങ്കിലും അയക്കണ്ടേ അവര്? ഇങ്ങനൊരു ഒന്നുമില്ല, അങ്ങനൊരു ശ്രമം പോലും ആരുടെയും ഭാഗത്തുനിന്ന് നടന്നിട്ടില്ല എന്ന് മാത്രമല്ല പകരം ഭയപ്പെടുത്താൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ എല്ലാവരും. അപ്പം അതുപോലെ തന്നെ അദ്ദേഹം ചാനലുകളിൽ വന്നിരുന്ന് വളരെ വാക്ചാതുര്യത്തോടുകൂടി വളരെ കാമായിട്ടിരുന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അദ്ദേഹം പറയുന്നത് സത്യമാണെന്ന്. പക്ഷെ തീർത്തും അവാസ്തവപരമായ കാര്യങ്ങളാണ് വളരെ സ്ഫുടതയോടും വളരെ വ്യക്തമായും അദ്ദേഹം ഇരുന്ന് സംസാരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ വിഷമം വരികയാണ്. അത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മാനിപ്പുലേറ്റർ ആണ്. അതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല. അത് വളരെ നല്ലൊരു മാനിപ്പുലേറ്റർ ആണ് അദ്ദേഹം. അപ്പം ആ ചതിയിൽ ഇനിയും ആളുകൾ വീഴാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റും. സാന്ദ്ര ഒറ്റ കാര്യം കൂടെ, ഇതിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചത് ആൻഡോ ജോസഫ് ആയിരുന്നു. അത് വർഷങ്ങളുടെ കാര്യങ്ങൾ സാന്ദ്രയ്ക്ക് പറയാനുമുണ്ട്, പലതും പറയുന്നില്ല, അഭിമുഖങ്ങളിലും പറയാതെ വിടുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് സാന്ദ്ര. അപ്പോഴും ഇപ്പോൾ ഇത് ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക് മാത്രം ഈ കാര്യങ്ങൾ നീങ്ങുന്നു. രണ്ടാം പ്രതിയായിട്ട് ആൻഡോ ജോസഫ് നിൽക്കുകയും ചെയ്യുമ്പോൾ ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത അല്ലെങ്കിൽ ഇനിയും പുറത്തേക്ക് വരാത്ത പല പരാതികളും അതവിടെ ബാക്കി നിൽക്കുകയാണ്. അതൊക്കെ ആൾക്കാർ അത്തരം പരാതികളുമായിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ ഈ കേസെങ്കിലും രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ കരുതുന്നുണ്ടോ? എനിക്കിവരെ ആരെയും വ്യക്തിപരമായി ഉപദ്രവിക്കാൻ ഒരു ഉദ്ദേശവുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്കറിയാവുന്ന അവരുടെ പല കാര്യങ്ങളും പുറത്തു പറയാനായിട്ട് എനിക്ക് പറ്റായികയുമുണ്ട്. എന്നെ സംബന്ധിക്കുന്ന ഒരു വിഷയങ്ങൾ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അത് മറ്റുള്ളവരുടെ വിഷയം അവർ വന്ന് പറയേണ്ട കാര്യങ്ങളാണ്. അത് അവർക്ക് എപ്പോൾ പറയണമെന്ന് തോന്നുമ്പോൾ അവർ പറയട്ടെ എന്നുള്ളതല്ലാതെ അതിക്കുള്ളൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഈ ശ്രീ ബി ഉണ്ണികൃഷ്ണന്റെയും ശ്രീ ആൻഡോ ജോസഫിന്റെയും പേരിൽ കേസ് എടുക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ വേറെയും ആളുകളുണ്ട്. അവരുടെ കൂടെ ശക്തമായി നിൽക്കുന്ന, അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന വേറെ ഒരു ഗ്രൂപ്പ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലെ തന്നെ ഒരു പവർ ഗ്രൂപ്പ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ ആരെയും ശ്രദ്ധിക്കാതെ പോകരുത്. അവരാണ് ഈ ഇൻഡസ്ട്രി ഭരിക്കുന്നത്. അപ്പം അവരുടെ കൈകളിലൂടെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതും ഈ ഒരു വ്യക്തി, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് മാത്രമായി ഇത് ഒതുങ്ങരുത് എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ.